തിരുവനന്തപുരം കോവളം സ്വദേശിയായ മഞ്ജുവിൻ്റെ ജീവിതാനുഭവങ്ങളാണ് സാക്ഷികൂടാരത്തിൻ്റെ ഇന്നത്തെ അധ്യായം. ജീവിത ദുരന്തങ്ങളെ കണ്ണുനീരോടുകൂടെ അഭിമുഖീകരിച്ച ദുർഘട നിമിഷങ്ങളിൽ പലതവണ ആത്മഹത്യയ്ക്ക് പോലും ശ്രമിച്ച സാഹചര്യങ്ങൾ, നിരാശയുടെ പടുകുഴിയിൽ വിഷാദമുഖമായ സാഹചര്യങ്ങളെ അനുഭവിക്കേണ്ടി വന്ന ഈ സഹോദരി തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിട്ടു. സമാധാനം ഇല്ലാതെ വീട്ടിലെപ്പോൾ പപ്പയും അമ്മയും എപ്പോഴും വഴക്കാണ്, തമ്മിൽ നോക്കി എപ്പോഴും വിഷമങ്ങളും സങ്കടങ്ങളാണ്, അടിയാണ് വീട്ടിലെപ്പോഴും. അങ്ങനെയായിരുന്നു, സമാധാനം ഇല്ലാതെ ഇരുന്ന് ഞങ്ങൾ ആത്മഹത്യക്ക് എൻ്റെ മാതാവ് പ്ലാൻ ചെയ്തിരിക്കുന്ന ആ ദിവസം വൈകുന്നേരം ഒരു പിതാവ് ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരാനായിട്ട് ഇടയായി തീർന്നു. ആ അപ്പച്ചൻ വന്ന് നിന്നിട്ട് എൻ്റെ അമ്മയോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്ന കാര്യം നിനക്ക് യോഗ്യമായിട്ടുള്ളതല്ല, ജീവൻ കൊടുത്തത് ദൈവത്തിനല്ലാതെ ജീവൻ മേൽ നിനക്ക് അധികാരമില്ല എന്ന് പറയാനായിട്ട് ഇടയായി. അമ്മ രഹസ്യമായി ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ഇരുന്നത് ദൈവം കണ്ട് എന്ത് ചെയ്തു, അത് പുറത്ത് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് അതിലൂടെയാണ് യേശുവിനെ ഞങ്ങൾ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നത്. എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത് ഞാനാണ്. യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവഭാഗത്ത് നിലനിന്ന് പോകുന്നു. പക്ഷേ ജീവിതത്തിൽ വചനം ഇല്ലാത്തത് കൊണ്ട് ഞാൻ യേശു കർത്താവിൽ നിന്ന് അകന്നുപോയി. എൻ്റെ ജീവിതം വളരെ വേദനയും സങ്കടവും നിറഞ്ഞതായിരുന്നു. പിന്നത്തേയിലെ ഒരുപാട് സങ്കടങ്ങളും വേദനകളൊക്കെ അനുഭവിച്ചുവെങ്കിലും ദൈവസന്നിധിയിൽ പിന്നെയും മടങ്ങി വന്ന് ദൈവത്തോട് നിരപ്പ് പ്രാപിപ്പാനും ദൈവം നൽകി തന്ന വിശ്വാസത്തിനനുസരിച്ച് മുന്നോട്ട് പോകാനും എൻ്റെ ജീവിതം ഒരു വഴിത്തിരിവായി. വചനമില്ലാത്തത് കൊണ്ട് ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. വീണ്ടും ഞാൻ വേണ്ട എന്ന് വെച്ചതൊക്കെയും വീണ്ടും എൻ്റെ ലൈഫിലേക്ക് തിരിച്ചെടുക്കാനായിട്ട് ആരംഭിച്ചു. വചനം ഇല്ലാത്തത് കൊണ്ട് കർത്താവ് പറയുന്നത് വചനം ഛർദ്ദിച്ചതിനെ തിരിച്ചെടുക്കുന്ന നായെന്നാണ്. അതുപോലെ എനിക്ക് വേണ്ട എന്ന് ഞാൻ ദൈവനാമത്തെ ചെയ്തതെല്ലാം ഞാൻ തിരിച്ചെടുത്തു. അത് മുഖാന്തരം എൻ്റെ ജീവിതത്തിൽ പിന്നെയും കഷ്ടവും വേദനയും, എൻ്റെ കുടുംബത്തിനകത്ത് സമാധാനം ഇല്ലായ്മ വീണ്ടും കടന്നു വന്നു. എന്നാൽ ദൈവം ലോകസ്ഥാപനത്തിന് മുന്നമേ ഞങ്ങളെ എന്നൊരു കുടുംബത്തെ ദൈവം കണ്ടിരുന്നത് കൊണ്ട് കർത്താവ് ഞങ്ങളെ പിടിവിടാതെ എല്ലാ കഷ്ടതകളിൽ നിന്നും താങ്ങി ഇതുവരെയും കർത്താവ് നടത്തി. ദൈവസന്നിധിയിൽ വന്നതിന് ശേഷമാണ്, ദൈവത്തിൽ നിന്ന് അകന്നു പോയതിന് ശേഷമാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. എൻ്റെ വിവാഹം വലിയൊരു പരാജയമായിരുന്നു. ഇന്ന് നമ്മൾ ലോകത്ത് നോക്കുകയാണെങ്കിൽ കുടുംബജീവിതത്തിൽ പരാജയമായവർ എത്രയോ പേര് ഈ ലോകത്ത് ആത്മഹത്യ ചെയ്ത് ലോകത്തുനിന്ന് മാറിപ്പോകുന്നു, യേശുവിനെ അറിഞ്ഞവർ തന്നെ. ഞാനും എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ 9 പ്രാവശ്യം ചെയ്ത ഒരു വ്യക്തിയാണ്. എൻ്റെ കുടുംബജീവിതം പരാജയമായപ്പോൾ യേശു എൻ്റെ ഉള്ളിലില്ലാതെ പോയതുകൊണ്ട് ഞാൻ മരണത്തെ ആശ്രയിക്കാനാണ് ഇടയായത്. അതിലൂടെയാണ് എൻ്റെ വിശ്വാസം വർദ്ധിക്കുന്നത്. ആത്മഹത്യ പാടില്ല എന്നും ആത്മഹത്യ പാവമാണെന്നും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് യേശു കർത്താവ് അതിലൂടെ എന്നെ പഠിപ്പിച്ചു. ഞാൻ ദൈവത്തിൽ അതിയായി വിശ്വസിച്ചു. ദൈവം വിശ്വസിക്കാൻ യോഗ്യമായ രീതിയിൽ എന്നെ പണിതെടുത്തു. ആരെന്തു പറഞ്ഞാലും ഞാൻ എൻ്റെ വിശ്വാസത്തെ വിട്ടുകൊടുക്കാതെ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് നീങ്ങി. പക്ഷേ ജീവിതം ഒരു വൻ പരാജയമായിരുന്നു. പക്ഷേ ആ പരാജയത്തിലും വിജയമായി ജീവിക്കുവാൻ യേശു കർത്താവിൻ്റെ കൃപ എന്നോട് കൂടെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഈ സ്ഥാനത്തിരുന്ന് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം കർത്താവ് ഒരുക്കിയത്. ഞാൻ ചിന്തിച്ചതൊന്നും ആയിരുന്നില്ല കർത്താവ് എന്നെക്കുറിച്ച് ചിന്തിച്ചിരുന്നത്. എന്നെക്കുറിച്ച് വലിയ പദ്ധതികളായിരുന്നു. കർത്താവ് എന്നോട് പറയുന്നത് എന്തും ഞാൻ മറ്റുള്ളവരടുത്ത് ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഞാൻ പറയുന്നത് കേട്ടിട്ട് എല്ലാവരും എന്നെ നിന്ദിക്കാനും പരിഹസിക്കാനൊക്കെയാണ് എല്ലാവരും അവസരം ഉപയോഗിച്ചത്. പലപ്പോഴും ഞാൻ തകർന്നു പോയിട്ടുണ്ട്, പലപ്പോഴും ഞാൻ കരഞ്ഞിട്ടുണ്ട്, പലപ്പോഴും എനിക്ക് അപകടങ്ങൾ നേരിടാവുന്ന സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ആ സമയമൊക്കെ യേശു കർത്താവ് എൻ്റെ അരികിൽ വന്നിട്ട് പറയും, നീ എന്തിനാണ് ഭാരപ്പെടുന്നത്, നീ എന്തിനാണ് വേദനിക്കുന്നത്, നിന്നെ അയച്ചത് ഞാനാണ്, പ്രവൃത്തി എൻ്റെതാണ്, നിനക്ക് ഒരു ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ, ഞാൻ പറയുന്നത് നീ പറയുക എന്നുള്ളതാണ്. അതാണ് ഞാൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നും കർത്താവിനെ ആശ്രയിച്ച് നല്ല ഒരു ദൈവഭക്തിയായിട്ട് ജീവിപ്പാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കുന്നു. ഞാൻ അതിലൂടെ തന്നെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ലൈഫിൽ ഒരുപാട് പ്രതികൂലങ്ങൾ സംഭവിച്ചാണ്. കുടുംബജീവിതം തകർന്നെന്ന് വെച്ചാൽ 2 മക്കളുണ്ട് എനിക്ക്, 2 ആൺകുഞ്ഞുങ്ങളാണ്. ഇതിൽ മനസ്സിലാക്കുന്ന ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, യേശു കർത്താവ് പറയുന്നൊരു കാര്യം, ഇണയില്ലാ പിണ കൂടരുതെന്നാണ്. യേശുവിനെ അറിഞ്ഞവർ യേശുവിനെ അറിഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് ജീവിച്ചില്ലെങ്കിൽ ഇതുപോലെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ കഴിയാത്തവർ ആത്മഹത്യയിലൂടെ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോകുന്നു. പക്ഷേ
അവർ ചെന്നുപെടുന്നത് മറ്റൊരു ലോകത്തേക്കാണ്. എന്നാൽ എൻ്റെ ദൈവം എന്നെ അമ്മയുടെ ഉദരത്തിലാകുന്നതിന് മുന്നമേ എന്നെ സ്നേഹിച്ചതുകൊണ്ട് എനിക്ക് ഇത്രത്തോളം സമാധാനം, എത്ര വേദനയുള്ള ഒരു ലൈഫാണ് എൻ്റെ ജീവിതമെങ്കിലോ അതിലൊക്കെ ഒരു വലിയ സമാധാനം തന്ന് യേശു കർത്താവ് എന്നെ ഇന്നും ജീവിപ്പിക്കുന്നുണ്ട്. കഷ്ടതയിലൂടെ ആണെങ്കിലും കണ്ണുനീരിലൂടെ ആണെങ്കിലും എനിക്കൊരു പ്രത്യാശയുണ്ട് എൻ്റെ ദൈവത്തിൽ. കാരണം എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എന്നെ രക്ഷിക്കപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോയ ആ നാളുകളിലെല്ലാം യേശു എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ യേശുവിൻ്റെ കൂടെ ഇല്ലായിരുന്നു. എന്നാൽ യേശു എന്നെ ആ നാളുകളിലൊന്നും കൈവിടാത്തത് കൊണ്ടാണ് ഞാൻ ഇന്നും ഈ സ്ഥാനത്ത് ഇരിക്കുവാനും യേശുവിനായിട്ട് പല കാര്യങ്ങളും എനിക്ക് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവ് എന്നെ ഉപയോഗിക്കുന്നുണ്ട്. ആ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് നല്ല പ്രസൻസ് അല്ല ലഭിക്കുന്നത്. പല നിന്ദകൾ വരുന്നുണ്ട്, കഷ്ടത വരുന്നുണ്ട്, വേദന വരുന്നുണ്ട്, നമുക്കിത് പറ്റത്തില്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിൽ യേശു കർത്താവ് ഉള്ളിലുള്ളത് കൊണ്ട്, യേശു വചനം പഠിപ്പിക്കുന്നത് കൊണ്ട്, വചനം ഉള്ളിൽ ഉള്ളത് കൊണ്ട് ഇപ്പോൾ അതിലൊന്നും ചെവി കൊടുക്കാതെ വിശ്വാസത്തിൽ ഉറച്ച് തന്നെയാണ് ഞാൻ ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതം നമുക്ക് കഷ്ടത തന്നെയാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ ഒരിക്കലും വഴിയിൽ വിട്ട് കളയുന്നില്ല. മനുഷ്യരെന്നെ തള്ളിക്കളഞ്ഞപ്പോഴും ഒരിക്കലും തള്ളിക്കളയാത്തൊരു കർത്താവ് അപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവവിഷ്ടമില്ലാതെ ജീവിതം നയിക്കുമ്പോഴും അപ്പോഴും യേശു കർത്താവ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് യേശു കർത്താവിന് ഭയങ്കരമായിട്ട് വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ യേശു എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ലൈഫിൽ അങ്ങനെ തന്നെ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അത് എന്നെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്നു. ഞാൻ ദൈവത്തിൽ ഇത്ര അടിയുറച്ച് വിശ്വസിക്കാൻ കാരണം എൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ നോക്കാമെങ്കിൽ യേശു ഇല്ല തന്നെയാണ്. പക്ഷേ ഇപ്പോഴുള്ള എൻ്റെ ജീവിതത്തിൽ യേശു മാത്രമേ ഉള്ളൂ. കാരണം യേശു ആരാണെന്നും യേശു എന്താണെന്നും എൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചത് എൻ്റെ യേശു തന്നെയാണ്. അതുകൊണ്ട് കഷ്ടമുണ്ടെങ്കിലും ക്ലേശമുണ്ടെങ്കിലും വേദനയുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ തരണം ചെയ്യുവാൻ ദൈവത്തിൻ്റെ അദൃശ്യമായ ഒരു ശക്തി എന്നെ പരിപാലിക്കുന്നുണ്ട്. ഇതുവരെ അത്ഭുതങ്ങൾ ചെയ്ത ദൈവം ഇനിയും അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുപോലെ ഒരുപാട് ദർശനങ്ങൾ, ഒരുപാട് വെളിപ്പാടുകൾ കർത്താവ് തരാറുണ്ട്. ചില ദർശനങ്ങളൊക്കെ നമുക്ക് തരുമ്പോൾ അത് നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറമായിട്ടുള്ള കാര്യങ്ങളാണ്. യേശു നമുക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് നനയ്ക്കാത്ത കാര്യങ്ങളാണ്, ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. പക്ഷേ കർത്താവ് നമ്മളോട് പറയുന്ന കാര്യം ഒരുപക്ഷെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല, എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്ന കാര്യമായിരിക്കാം. എന്നാൽ യേശുവിന് കഴിയാത്തതായി ഒന്നുമില്ല. യേശു ഉള്ള ഒരു ജീവിതത്തിന് എന്തും ചെയ്യാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതിന് മാതൃക എൻ്റെ ജീവിതം തന്നെയാണ്. എനിക്ക് ഒരുപാട് ദർശനങ്ങൾ യേശു തരുമായിരുന്നു. അന്നൊക്കെ ഞാൻ പറയുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ യേശു എന്നോട് പറയുന്ന കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ അത് അതുപോലെ വരുമ്പോൾ ഞാൻ വിശ്വസിക്കാൻ ആരംഭിച്ചു. മനുഷ്യർ എന്നോട് തർക്കിക്കാൻ തുടങ്ങും, നീ അതിനു വേണ്ടി അല്ലെങ്കിൽ ചർച്ച വരാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിശ്വാസത്തെ കെടുത്തിക്കളയുന്ന അവസ്ഥകൾ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് മനുഷ്യർ നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒക്കെ ദൈവത്തിൻ്റെ വാക്കിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പാദം നോക്കി പോയതുകൊണ്ട് എനിക്കതിലെല്ലാം വൻ വിജയം നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നു, നമ്മൾ വിശ്വാസകോളത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് കഷ്ടമുണ്ട്, ക്ലേശമുണ്ട്. യേശു കർത്താവിനോട് ചേർന്നാൽ നമുക്ക് സകലതും ലഭിക്കും എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നു. അതെല്ലാം നന്മയാ തന്നെയാണ്, അതിലൊന്നും ഒരു മാറ്റമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചിന്തിക്കുമ്പോഴല്ല ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ഇപ്പോൾ കർത്താവ് എന്നോട് പറയണം, മകളെ നിനക്ക് ഞാൻ ഇന്ന ഒരു നന്മ തരാൻ പോവുക. അപ്പം നമ്മൾ വിചാരിക്കും, നാളെ തന്നെ യേശു കർത്താവ് അതിങ്ങ് തരുമെന്ന്. ഒരിക്കലുമല്ല. ആദ്യം നമ്മുടെ കാത്തിരിപ്പ് കർത്താവ് ശ്രദ്ധിക്കും. നമ്മൾ എത്രത്തോളം ആ വാക്കിനെ വിശ്വസിക്കുന്നു എന്ന് കർത്താവ് നമ്മെ ശ്രദ്ധിക്കും. എത്രത്തോളം ദൈവത്തിൽ ആഴത്തിൽ നമ്മൾ ഇരുന്ന് അത് വിശ്വസിച്ച് ദൈവത്തോട് നമ്മൾ യാചിക്കുന്നു എന്ന് കർത്താവ് നമ്മളെ ശ്രദ്ധിക്കും. മനുഷ്യൻ നമ്മുടെ വിശ്വാസത്തെ കൂട്ടിക്കളയേണ്ട ഭാഗത്തിന് നമ്മുടെ വിശ്വാസത്തിന് മേൽ അവരുടെ വാക്കുകൾ പറഞ്ഞ് നമ്മളെ വിശ്വാസത്തെ കെടുത്തിക്കളയാൻ ശ്രമിക്കും. അവിടെയൊക്കെ വീണു പോകാതെ താണു പോകാതെ യേശുനാഥൻ്റെ നാമത്തെ നമ്മൾ ഉയർത്തി നിൽക്കുമെങ്കിൽ വിജയം നമുക്ക് തന്നെയാണ്. നമ്മുടെ വിശ്വാസത്തെ ദൈവം ഒരിക്കലും മാറ്റിക്കളയുന്ന ദൈവമല്ല. നമ്മുടെ വിശ്വാസം തന്നെയാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് ആ ദർശനങ്ങളുടെ ഒരുപാട് നന്മകൾ പ്രാപിപ്പാൻ എനിക്ക് അവസരങ്ങളുണ്ടായി. എൻ്റെ ജീവിതം പ്രശ്നം തന്നെയാണ് അപ്പോഴും. പക്ഷേ അതിലൊന്നും എൻ്റെ മനസ്സ് പതറാറില്ല. കാരണം ജീവിതം നൽകിയത് യേശു കർത്താവാണ്, മക്കളെ തന്നതൊക്കെ യേശു കർത്താവാണ്. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല ദൈവത്തിൻ്റെ മകളായി ജീവിക്കാൻ നൽകിയ ഒരു വലിയ ഭാഗ്യം, അതിനപ്പുറം ഒരു ഭാഗ്യം ഈ ലോകത്തില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അനേക സഹോദരന്മാരായാലും കുടുംബജീവിതം പരാജയമാകുമ്പോൾ ആശ്രയിക്കുന്നത് മരണത്തിലൂടെയാണ്. അവർ മരണമാണ് ആശ്രയിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളോട് ഞാൻ പറയുന്നത് മരണം ഒന്നിനും ഒരു പരിഹാരമല്ല. നിങ്ങൾ യേശു കർത്താവിൽ വിശ്വസിക്കുമെങ്കിൽ അവൻ്റെ മഹത്വം കണ്ട് നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയവനായ ദൈവത്തിൻ്റെ കൃപ എപ്പോഴും കൂടെ ഉണ്ടാകുമെന്നാണ്. നമ്മളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ തെറ്റിപ്പോകുന്നത്. അത് നമ്മൾ തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ യേശു ആരാണെന്ന് നമ്മൾ അനുഭവിക്കണം. യേശുവിൻ്റെ ബലം എന്താണെന്ന് നമ്മൾ അനുഭവിക്കണം. യേശുവിൻ്റെ വചനം എന്താണെന്ന് നമ്മൾ വിശ്വസിക്കണം. വചനത്തെ വിശ്വസിക്കുന്നവർക്കാണ് ജീവിതത്തിൽ മുന്നോട്ട് ദൈവം
ദൈവം എപ്പോഴും വിജയം കാത്തുവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ ലൈഫിൽ എനിക്ക് ഒത്തിരി ദർശനങ്ങളും ഒത്തിരി വെളിപ്പാടൊക്കെ കർത്താവ് തന്നിട്ടുണ്ട്. അതെല്ലാം എൻ്റെ ജീവിതത്തിൽ അതാത് സമയങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു അടയാളമാണ്. യേശു പറയുന്നത് അത് അതുപോലെ സംഭവിക്കുമെന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല, ഇങ്ങനെയെന്ന് പറഞ്ഞ് നമ്മുടെ വിശ്വാസത്തെ കൂട്ടിക്കളയുവാൻ പൈശാചികമായാലും മാനുഷികമായിട്ടുള്ളതാണെങ്കിലും നമ്മുടെ പുറകിലും ഉണ്ടെന്നുള്ള സത്യം നമ്മൾ മറന്നു പോകരുത്. കർത്താവിൽ നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ പൂർണ്ണമായി തന്നെ വിശ്വസിക്കണം. പൂർണ്ണമായി വിശ്വസിച്ചാൽ മാത്രമേ യേശുവിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, എൻ്റെ ലൈഫ് നോക്കാമെങ്കിൽ ഒത്തിരി നിന്ദകൾ, ഒത്തിരി പരിഹാസങ്ങൾ, വിശ്വാസ ജീവിതത്തിൽ നിന്ന് തകർന്നു പോകാവുന്ന സ്ഥാനങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെ യേശു കർത്താവ് എന്നെ കരം പിടിച്ച് നടത്തി. ഇന്നും ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ മുന്നോട്ട് കടന്നു പോകുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോവാൻ യേശു കർത്താവ് ഇന്നയോളം അനുവദിച്ചിട്ടില്ല. യേശു കർത്താവിൻ്റെ മുഖം നോക്കിയവരെല്ലാവരും അവരുടെ മുഖം പ്രകാശിതമായെന്നാണ് വചനം നമ്മൾ ധൈര്യപ്പെടുത്തുന്നത്. എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും യേശുവിൻ്റെ മുഖം നോക്കി വളരെ വിജയകരമായി, വളരെ ലേറ്റായിട്ടാണ് വിജയം കണ്ടെത്തുന്നതെങ്കിലും അത് നല്ലതായിട്ട് തന്നെ എനിക്ക് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നിന്ന് പറയാനാണെങ്കിലും മുന്നോട്ട് ജീവിതം നയിക്കാനാണെങ്കിലും കർത്താവ് ഇന്നയോളം എന്നെ സഹായിച്ചു. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്ന വചനം പോലെ യേശുവിൻ്റെ മുഖപ്രകാശം ഈ സഹോദരിയുടെ ജീവിതത്തെ തിളക്കമുള്ളതാക്കി മാറ്റി. തകർച്ചകൾ വന്നപ്പോൾ ചേർത്തുപിടിച്ച ദൈവത്തിന് നന്ദി പറയുകയാണ് മഞ്ജു. ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ എല്ലാവരും രക്ഷയുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ മാതാവ്, എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, എൻ്റെ സഹോദരിയുടെ മക്കൾ. അപ്പോൾ യേശുവിനെ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കണമെങ്കിൽ നമ്മൾ യേശുവിൻ്റെ അടുക്കൽ ചെല്ലുക, വചനം നമ്മൾ നന്നായിട്ട് ഗ്രഹിക്കുക, നമുക്ക് നൽകപ്പെടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിച്ച് ദൈവസന്നിധിയിൽ ഓരോ ചുവടും വയ്ക്കുമെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തീയ ജീവിതം നമുക്ക് വിജയകരമായി തന്നെ കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രത്തോളം യേശു കർത്താവ് എന്നെ ജീവിതത്തിൽ നിലനിർത്തുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതേയില്ല. ഞാൻ വിചാരിക്കുന്നതായിരുന്നില്ല എൻ്റെ ലൈഫിൽ നടക്കുന്നത്. യേശു എന്താണോ എന്നെക്കുറിച്ച് ആഗ്രഹിച്ചത് ആ നിലവാരത്തിലാണ് ഇപ്പോൾ കർത്താവ് എന്നെ നിലനിർത്തിയിരിക്കുന്നത്. ആ വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ അടിയുറച്ചു പോയതുകൊണ്ട് മറ്റൊരു മാനുഷിക വാക്കുകൾക്കോ ദൈവഹിതമില്ലാത്ത പ്രവൃത്തികൾക്കോ ഒന്നും ഞാൻ ചെവി കൊടുക്കാറില്ല. ദൈവം എന്നോട് എന്ത് പറയുന്നു ഞാൻ അത് അതുപോലെ തന്നെ പറയാം. അത് കേട്ടുകൊണ്ട് കേൾക്കുന്നവർ എന്നെ അങ്ങനെ പറയും, എന്നെ ഇങ്ങനെ പറയുമെന്നൊന്നും വിശ്വസിച്ച് അല്ലെങ്കിൽ പേടിച്ച് വിറച്ചിട്ട് ഞാൻ മാറി നിൽക്കാറില്ല. കർത്താവ് പറയുന്ന കാര്യങ്ങൾ ഞാൻ അതുപോലെ തന്നെ പറയും. യേശുവിനെ അറിഞ്ഞതുകൊണ്ട് എൻ്റെ ജീവിതം ഇന്ന് എന്തൊക്കെ ഇല്ലെന്ന് പറഞ്ഞാൽ തന്നെയും വലിയൊരു സമാധാനത്തോടെ ദൈവം എന്നെ നടത്തുന്നുണ്ട്. എൻ്റെ ജീവിതം എൻ്റെ കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുവാൻ ഈ ഒരു ജീവിത പടകിൽ വീണു പോകുമോ താണു പോകുമോ എന്നറിയാം, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പോലും അറിയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. എങ്ങനെയാണ് എൻ്റെ ജീവിതം ഇനി മുന്നോട്ടെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ അങ്ങനെ ചിന്തിക്കുന്ന സ്ഥാനത്ത് ദൈവം ഓരോ നാളും ദൈവത്തിൻ്റെ ഹിതപ്രകാരം എന്നെ എൻ്റെ കുടുംബത്തെ മുന്നോട്ട് നയിക്കുകയാണ്. ഈ യേശുവിനെ അറിഞ്ഞതുകൊണ്ട് എനിക്ക് നന്മ മാത്രമേ ഉള്ളൂ. എനിക്ക് ഈ ലോകത്തിൽ നോക്കി ഈ സഹോദരങ്ങൾ കുടുംബജീവിതങ്ങളായാലും യേശുവിനെ അറിഞ്ഞിട്ട് ഒരുപാട് പേര് ഒത്തിരി കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മളെ ഉത്തരം മുട്ടിക്കുന്ന അനുഭവങ്ങളുണ്ട്. ചില കാര്യങ്ങൾക്കൊന്നും മുട്ടാപ്പോക്കായി പറയുന്നവരടുത്തൊന്നും ഒന്നിനും ഉത്തരം കൊടുക്കാൻ ഞാൻ നിൽക്കാറില്ല. ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന വിശ്വാസത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എറിഞ്ഞു കൊടുക്കാറുമില്ല. ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് തന്നെ എനിക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരടുത്ത് ഞാൻ പറയുകയും യേശുവിനെക്കുറിച്ച് ധാരാളമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ദൈവനാമത്തിന് വേണ്ടി ദൈവം ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ് ഞാൻ. വെട്ടുകാട് പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ച അമ്മ കൊണ്ടുപോകും. യേശു ആരാണെന്നോ എന്താണെന്നോ അറിയത്തില്ല. അപ്പോൾ അയൽ വീടുകളിലുള്ള ഈ ബെന്തക്കോസ് അനുഭവത്തിലുള്ള ചേട്ടന്മാരൊക്കെ വന്ന് നമ്മൾ കുഞ്ഞുപ്രായത്തിൽ നിങ്ങൾ വരിക, സൺഡേ സ്കൂളിൽ വരിക, കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെയൊക്കെയാണ് ഈ നോഹ അപ്പൂപ്പൻ്റെ കഥ, പ്രളയത്തിൻ്റെ കഥയൊക്കെ ഇങ്ങനെ കൊച്ചായിട്ടൊക്കെ ആ കുഞ്ഞുനാളിലെ ഹൃദയത്തിനകത്ത് വീണ് യേശു കർത്താവ് നല്ലൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ നല്ലൊരു ദൈവം. അന്നത്തെ ആ ചിന്താഗതിയിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. യേശു എന്താണെന്നും അറിയത്തില്ല, പക്ഷേ യേശുവിനോട് വല്ലാത്തൊരു സ്നേഹം ആ ചെറുപ്രായത്തിൽ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദ്യമായിട്ട് യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായത്. എന്നാൽ ആ രക്ഷ എനിക്ക് നഷ്ടപ്പെട്ടു പോകാതെ തുടർന്ന് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞില്ല. അത് ഒരു വൻ പരാജയം. എന്തുകൊണ്ടെന്നാൽ യേശുവിനെ അറിഞ്ഞ ആ രീതിക്ക് ജീവിതം മുന്നോട്ട് നയിക്കുവാനോ വചനങ്ങൾ വായിച്ച് വചനങ്ങൾ മനസ്സിലാക്കി വചനത്തെ ഗൃഹസ്ഥമാക്കാനോ എനിക്കന്ന് അറിയത്തില്ല. അടിസ്ഥാനമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അന്ന് തെറ്റിപ്പോയത്.
എന്നാൽ ഇന്ന് ഞാൻ വചനം അറിയുന്നു, വചനം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തും കാര്യങ്ങൾ വചനത്തിലൂടെ ഞാൻ അത് വിവേചിക്കാനായിട്ട് ഞാൻ തയ്യാറെടുക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ദൈവത്തോട് തന്നെ കൂടുതൽ സമയം ചെലവിടാനൊക്കെ ദൈവം എനിക്ക് അവസരങ്ങൾ തരുന്നുണ്ട്. ദൈവം ഏൽപ്പിക്കുന്നതായ ചെറിയ ചെറിയ ശുശ്രൂഷകളൊക്കെ ചെയ്ത് ഇന്ന് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഞാനും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് കഴിയാത്ത പല കാര്യങ്ങളും യേശു കർത്താവിന് ചെയ്യാൻ കഴിയും. എന്നാൽ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയം ദൈവം മുമ്പാകെ ഉള്ളതുകൊണ്ട് നമുക്കാവശ്യം ക്ഷമയും സഹനവുമാണ്. ഇന്ന് മനുഷ്യന് ഒട്ടുമില്ലാത്തത് ക്ഷമയും കാത്തിരിപ്പുമാണ്. അവർക്ക് എന്തെങ്കിലും ഒന്ന് തരാം അല്ലെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അടുത്ത സെക്കൻഡിൽ അത് വേണം. എന്നാൽ യേശു കർത്താവ് അങ്ങനെ കൊടുക്കുന്നില്ല. നമ്മൾ എത്രത്തോളം ദൈവത്തോട് കൂടുതൽ അടുക്കുന്നുവോ, എത്രത്തോളം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുവോ, അത്രത്തോളം ദൈവം നമ്മെ മാനിക്കുന്ന ഒരു അനുഭവത്തിലൂടെ നമ്മളെ ദൈവം കൊണ്ടുപോകും. ഞാൻ ഒന്നുമില്ലാത്തൊരു സഹോദരിയായിരുന്നു. എനിക്ക് സ്വന്തമായിട്ടൊരു കയറി കിടക്കാനും പോലും ഇല്ലാതെ ഇടുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഞാൻ വാടക വീടുകളിലായിരുന്നു താമസിച്ചിരുന്നത്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു അനർത്ഥമൊക്കെ വരുമെന്ന് നേരത്തെ കൂട്ടി ദൈവം തമ്പുരാൻ അറിയാവുന്നത് കൊണ്ട് എനിക്കിന്ന് സ്വന്തമായിട്ടൊരു ഭവനം കർത്താവ് തന്നിട്ടുണ്ട്. ഉണ്ടേലും ഇല്ലേലും സമാധാനത്തോടെ ദൈവത്തെ പ്രാർത്ഥിച്ച് കഴിയാനൊരു ഭവനം കർത്താവ് എനിക്ക് തന്നു. ഞാൻ അതിലാണ് താമസിക്കുന്നത്. അതിലിരുന്നു കൊണ്ട് തന്നെയാണ് പിന്നീടുള്ള കാര്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവിക ആലോചന കേൾക്കുകയും ദർശനങ്ങൾ വെളിപ്പാടുകളൊക്കെ ഇങ്ങനെ കണ്ടും കേട്ടും ദൈവത്തിലോട്ട് തന്നെ എൻ്റെ ആശ്രയം വെച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാൻ ഒരുപാട് സഹോദരങ്ങളോട് പറയാറുണ്ട്, കുടുംബജീവിതത്തിൽ ഒത്തിരി പേര് പരാജയമാണ്. കാരണം ഭാര്യയിലും ഭർത്താവിലൊക്കെ പ്രശ്നങ്ങളുള്ളവരാണ്. എന്നാൽ നമ്മൾ എത്രത്തോളം കുടുംബജീവിതം നമ്മൾ സക്സസ് ആക്കാൻ പറ്റുമെന്നാണ്. ചില ജീവിതങ്ങളെല്ലാം കൈവിട്ട് പോകുന്നുണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് പല കുടുംബജീവിതങ്ങൾ കൈവിട്ട് പോകുന്നുണ്ട്. കുടുംബജീവിതം ഇന്ന് വളരെ പരാജയമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എന്നാൽ കർത്താവ് പറയുന്നത് കൂടി വരുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നുള്ളതാണ്. യേശുവിനറിയുന്ന ഒരു സഹോദരനും യേശുവിനറിയാത്തൊരു സഹോദരിയുമാണ് കുടുംബജീവിതത്തിലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ആ കുടുംബം കൊണ്ടുപോകാനായിട്ട്. ഇതിപ്പോൾ അപ്പം അങ്ങനെ ചോദിച്ചാൽ പറയുന്ന ഇത് രണ്ടും ചേർന്നെല്ലാം നല്ല ക്ലിയറായിട്ട് പോകുന്നുണ്ടോയെന്ന് വെച്ചാൽ എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് ജീവിതം എന്ന് ചില അറിവുള്ള ആൾക്കാർ പറയാറുണ്ട്. എന്നാൽ ഞാൻ പറയുന്ന ജീവിതം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ്. വചനം പഠിക്കുന്ന നമുക്ക് വചനം അല്ലെങ്കിൽ കുടുംബം എങ്ങനെ കൊണ്ടുപോകണമെന്ന് യേശു കർത്താവ് നന്നായിട്ട് അതിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ ആ വചനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാൽ ജീവിതത്തിൽ ചില കാര്യങ്ങളൊന്നും നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ജീവിതത്തിൽ ചില അനുഭവങ്ങൾ വരാറുണ്ട്. അതിൽ നമ്മൾ ശരിക്കും പറഞ്ഞ് പരാജയപ്പെട്ടു. അങ്ങനെ ഒരു പരാജയമാണ് എൻ്റെ കുടുംബജീവിതത്തിൽ എനിക്ക് സംഭവിച്ചതും. അതിലൂടെയാണ് ഞാൻ 9 വട്ടം ആത്മഹത്യക്ക് ഞാൻ ശ്രമിച്ചതും. എന്നാൽ അതിൽ നിന്ന് ഞാൻ പഠിച്ചത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഒരു മനുഷ്യന് വേണ്ടി നമ്മളെ ജീവൻ കളയാനുള്ളതല്ല നമുക്ക് ദൈവം തന്ന ജീവൻ. അത് നമ്മളെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി ഒട്ടും കളയാനുള്ളതല്ല നമ്മുടെ ജീവനും ജീവിതമൊക്കെ എന്ന് ദൈവം എന്നെ പഠിപ്പിച്ചു. നമ്മളെ വിളിച്ചൊരു ദൈവമുണ്ട്. നമ്മളെ വഴിയിൽ വീണാൽ നമ്മളെ ചേർന്നിരിക്കുന്നത് നമ്മൾ ചിലപ്പോൾ ഇട്ടിട്ട് പോയായിരിക്കും. പക്ഷെ നമ്മളെ ചേർത്ത് പിടിച്ച കർത്താവ് ഒരിക്കലും നമ്മളെ വഴിയിൽ വിട്ടിട്ട് പോകുന്നില്ല. ദൈവം നമ്മളോട് കൂടെ ഉള്ളിടത്തോളം കാലം നമ്മളെ വഴിയിൽ വിട്ടിട്ട് പോകാനോ അനാഥമായിട്ട് വിട്ടിട്ട് പോകാനോ ദൈവം ഒരിക്കലും തയ്യാറാകത്തില്ല. നമ്മുടെ ഏത് വിഷമഘട്ടത്തിലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇന്ന് വരെയും ആ വിശ്വാസം എനിക്ക് തെറ്റിയിട്ടില്ല. താങ്ങാനാവാത്തൊരു വലിയ പ്രയാസത്തിലൂടെ തന്നെയാണ് ഞാൻ കടന്നു വന്നതും. അതുപോലെ ഒരുപാട് സഹോദരന്മാർ ലൈഫിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നവരാണ് കൂടുതലും. ഞാൻ അനുഭവിക്കുന്ന ഒരു കഷ്ടത ഇപ്പോൾ ഒരു ദേവദാസിയോടാവട്ടെ അല്ലെങ്കിൽ നമ്മളൊരു സഹോദരിയോടാവട്ടെ ചോദിച്ചു നോക്കണം. അവർ പറയും, എൻ്റെ സഹോദരി ഇത് എനിക്കാണെങ്കിൽ ഞാൻ സഹിക്കത്തില്ല, ഞാനിത് കളഞ്ഞേച്ചു പോകും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് അവർ തിരിച്ച് മറുപടി പറയും. അവനവന് സഹിച്ചു കൂടാൻ കഴിയാത്ത കഷ്ടത ദൈവം കൊടുക്കത്തില്ലെന്നാണ്. നമുക്ക് സഹിക്കാൻ പറ്റുന്ന കഷ്ടതയാണ്. ഇപ്പോൾ എനിക്ക് നൽകപ്പെടുന്ന കഷ്ടത മറ്റൊരാൾക്കും അവരനുഭവിക്കുന്ന കഷ്ടത എനിക്കും ദൈവം തരത്തില്ല. കാരണം അവർ പരസ്പരം എന്ത് ചെയ്യത്തില്ല, താങ്ങത്തില്ല എന്നുള്ളതാണ്. അവനവന് സഹിക്കാൻ പറ്റുന്ന കഷ്ടതയാണ് ദൈവം കൊടുക്കുന്നത്. പക്ഷെ ആ കഷ്ടതയിലും ദൈവത്തിൻ്റെ വലിയൊരു ശക്തിയും വലിയൊരു കരുതലും നമ്മുടെ കൂടെ തന്നെയുണ്ട്. ആ കഷ്ടം സഹിച്ച് കയറി വരുവാൻ ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. എനിക്ക് പറയാനുള്ള കുടുംബജീവിതങ്ങൾ പരാജയമായ കുടുംബങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കിതൊരു അനുഭവമായിരിക്കണം. യേശു കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവം നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്. ദൈവം നൽകിയ ജീവനെ കളയുവാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല. നമ്മളെ ഈ ഭൂമിയിൽ കർത്താവ് അയച്ചുവെങ്കിൽ, നമുക്കൊരു ജീവിതം നൽകിയിട്ടുണ്ടെങ്കിൽ ആ ജീവിതം നമ്മൾ ജീവിച്ച് തീർക്കുക തന്നെ ചെയ്യണം. അത് ദൈവം നമ്മളോട് കൂടെ ഇരിക്കും. അതിനുള്ള വഴി കർത്താവ് നമുക്ക് കാണിച്ചു തരും. മനുഷ്യൻ നമ്മളെ കൈവിട്ടെന്നിരിക്കും. നമ്മൾ സ്നേഹിക്കുന്നവർ ചിലപ്പോൾ നമ്മളെ തിരിച്ച് സ്നേഹിക്കണമെന്നില്ല. അതുകൊണ്ട് നമ്മളെ ജീവിതം അവിടെ അവസാനിച്ചെന്നല്ല എൻ്റെ അർത്ഥം. നമ്മളെ ഒരു നാളും നമ്മളെ കൈവിടാത്ത, നമ്മളെ സ്നേഹത്തിൽ നിന്ന് 1 ഇഞ്ച് പോലും മാറ്റി നിർത്താത്ത ഒരു കർത്താവ് നമുക്കുണ്ടെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വിജയം തന്നെയാണ്. മരണം ഒന്നിൻ്റെ അവസാനമല്ല. അതുകൊണ്ട് ദൈവം നൽകിയിരിക്കുന്ന ഈ ജീവിതവും ജീവനും ആ യേശുവിന് വേണ്ടി സമർപ്പിച്ച്
ഞാൻ ജീവിക്കുന്നത് പോലെ ഇങ്ങനെ എന്നെ കേട്ടിരിക്കുന്ന സഹോദരങ്ങളും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. മരണം ഒന്നിനും ഒരു പരിഹാരമല്ല. പക്ഷേ യേശുവിൽ നമ്മൾ ആശ്രയിക്കുമെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴിത്തിരിവുകളും നല്ല നല്ല ആശയങ്ങളും നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെ മറ്റ് പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നതേ അല്ല. ഇതിന് നമുക്ക് വേണ്ടത് എന്തെന്ന് വെച്ചാൽ വിശ്വാസം മാത്രമാണ്. നമ്മൾ വിശ്വസിക്കുമെങ്കിൽ, യേശുവിനെ വിശ്വസിക്കുന്നത് ഞാൻ പൂർണ്ണ ഹൃദയത്തോടാണ്. എൻ്റെ വിശ്വാസം കേൾക്കുമ്പോൾ എൻ്റെ കൂട്ടു സഹോദരങ്ങളൊക്കെ എന്നോട് ചോദിക്കും, ഇതെന്തോന്ന് വിശ്വാസമാണ്, ഇങ്ങനെയൊന്നും യേശുവിനെ വിശ്വസിക്കാൻ പാടില്ലെന്ന് പറയും. പക്ഷെ ഞാൻ പറയും, നീ യേശുവിനെ വിശ്വസിച്ചാൽ നീ ഉറച്ച് തന്നെ വിശ്വസിക്കണം. അത് അങ്ങോട്ട് മാറരുത്, ഇങ്ങോട്ട് മാറി. എന്ത് കഷ്ടം വരട്ടെ, നമ്മളെ വിശ്വാസം തെറ്റിക്കാൻ നമ്മൾ പ്രതീക്ഷിക്കാത്ത കഷ്ടത വരും നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് നമുക്ക് കഷ്ടത വരും. അതുകൊണ്ട് നമ്മുടെ ജീവിതം എന്ത് ചെയ്യുന്നില്ല, വിശ്വാസത്തിൽ നിന്ന് മാറരുത്. അതെല്ലാം നമ്മുടെ ഒരു എന്താ പറയുക, ഒരു പരീക്ഷയെന്ന് മാത്രം നമ്മൾ കരുതണം. പക്ഷെ അപ്പോഴെല്ലാം നമ്മുടെ കൂടെ യേശു കർത്താവുണ്ട്. അതുകൊണ്ട് ദൈവം നൽകപ്പെട്ടിരിക്കുന്ന കുടുംബജീവിതമായാലും ജീവനായാലും ജീവിതമായാലും അത് യേശുവിന് മാത്രം അവകാശപ്പെട്ടത്. അത് കളയാനുള്ള അവകാശം നമുക്കില്ല. നമ്മൾ യേശുവിൽ എത്രത്തോളം വിശ്വസിക്കുമോ അത്രത്തോളം നമ്മൾ ശക്തരായി തന്നെ നിന്ന് കഴിഞ്ഞാൽ, യേശുവിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ യേശു കർത്താവ് നമ്മോട് കൂടെ തന്നെ. നമുക്ക് ഒരാപത്തുമില്ലാതെ അവൻ പരിപാലിക്കാൻ വലിയവൻ തന്നെയാണ്. ഞാൻ വാഹനം ഓട്ടിക്കുന്ന ഒരു സഹോദരിയാണ്. ഞാൻ വാഹനം ഓട്ടിച്ച് എത്രയോ പ്രാവശ്യം എനിക്ക് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ലോകത്തുനിന്ന് ഞാൻ മാറ്റപ്പെട്ടു പോകാവുന്ന രീതിയിൽ എനിക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ യേശു എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഇപ്പോഴും കർത്താവിൻ്റെ വേല ചെയ്യുന്നു. എന്ന് വെച്ചാൽ എന്നെക്കുറിച്ച് കർത്താവിന് വലിയൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എൻ്റെ മേൽ കിടക്കുന്നിടത്തോളം കാലം മരണത്തിന് എന്നെ ചേർത്ത് പിടിക്കാൻ പറ്റത്തില്ല. കർത്താവ് പറയാതെ എന്നെ ആർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതം ദൈവത്തിൽ ആശ്രയമായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ യേശുവിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ മാത്രം ആശ്രയിക്കുക. അങ്ങനെ നമ്മൾ വിശ്വാസത്തോടെ ആശ്രയിച്ച് ജീവിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം അത് വിജയമായി തന്നെ തീരും. പിന്നെ ദൈവം നൽകുന്ന ദർശനങ്ങൾ, അത് കർത്താവ് നൽകുന്ന ദർശനമാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ വചനത്തിലൂടെ വിവേചിച്ചറിയണം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എബ്രായർ എഴുതിയ ലേഖനത്തിൽ 11-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുമെങ്കിൽ ആ വിശ്വാസം ദൈവം നമ്മെ മാനിക്കുകയും നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ നമ്മെ നടത്തുകയും ചെയ്യും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരന്മാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ യേശുവിനെ പൂർണ്ണമായി വിശ്വസിക്കുക. ആ വിശ്വാസം നിങ്ങളെ അന്ത്യത്തോളം വഴി നടത്തും. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. കണ്ണുനീർ നിറഞ്ഞ ജീവിതാനുഭവങ്ങളിൽ മനം തകർന്നെങ്കിലും കഷ്ടങ്ങളിൽ ജയം നൽകിയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ സജീവമാണ് മഞ്ജു. യേശു